ഈ ലോകാരോഗ്യ സംഘടനയ്ക്ക് ചൈനയുമായി നല്ല ബന്ധമുണ്ടെന്ന അഭിപ്രായങ്ങൾ ഇടക്കാലത്ത് ഉയർന്നിരുന്നു. അത് നാം കോവിഡ് സമയത്തും കണ്ടതായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടായിരിക്കുമോ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയെ ട്രംപ് വന്നതിന് ശേഷം അമേരിക്ക ചവിട്ടി പുറത്തായി എത്തിയിരിക്കുകയാണ്. ഇനി അവർക്ക് ഫണ്ടൊന്നുമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഈ ലോകാരോഗ്യ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും? ആ സംഘടന ഇനി പേപ്പറിൽ മാത്രം ഒതുങ്ങുമോ? ലോകാരോഗ്യ സംഘടനയെ ഞങ്ങൾ ബന്ധമില്ല. പാരീസ് ഉടമ്പടി ഞങ്ങൾക്കിനി ബാധകമല്ല. കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തി കാലാവസ്ഥ മാറ്റമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെടുത്തി പാരീസ് ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, പാവപ്പെട്ട രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കണം എന്നുള്ള പറയുന്ന പിന്നെ കാർബൺ ബോണസൊക്കെ കൊടുക്കണമെന്ന് പറയുന്ന, കാർബൺ ക്രെഡിറ്റ്, കാർബൺ ബോണസൊക്കെ കൊടുക്കണമെന്ന് പറയുന്ന പൈസ കൊടുക്കണം. അതൊന്നും ഞങ്ങൾ കൊടുക്കത്തില്ല. പാരീസ് ഉടമ്പടിയിൽ നിന്ന് ഒഴിവാകും. പിന്നെ അതുപോലെ തന്നെ അവിടെ അമേരിക്കൻ കുടിയേറ്റക്കാരായ ആളുകൾക്ക് മക്കളുണ്ടായാൽ അവർക്ക് എന്ത് കൊടുക്കത്തില്ല, പിന്നെ സിറ്റിസൺഷിപ്പ്. ഇങ്ങനെ വളരെ വിവാദം, ലോകത്ത് കേട്ടാൽ വളരെ വിവാദമാകുന്ന 80-ഓളം കാര്യങ്ങളിലാണ് ട്രംപ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉത്തരവ് വച്ചിരിക്കുന്നത്, ഓർഡർ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥ മാറ്റമൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. മാക്സിമം നമ്മൾക്ക് മിനറൽസ് എല്ലാം എടുക്കാം, ഫോസിൽ എന്തും എടുക്കാം എന്നൊക്കെ പറയുന്ന വേറൊരു കാഴ്ചപ്പാടിന്, വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഇത് വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും, ലോകത്താകെ ഉണ്ടാക്കും. കാരണം അമേരിക്ക എന്ന് പറയുന്ന വലിയ പൈസയാണ് അവർ ലോകത്തിന് ഈ ലോകാരോഗ്യ സംഘടനയ്ക്കായാലും ഇതുപോലെ പാരീസ് ഉടമ്പടി ആയാലും ഇതുപോലത്തെ കാര്യങ്ങൾക്കെല്ലാം വലിയ പണം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഒന്ന്. രണ്ടാമെന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു രാജ്യവും കൂടിയാണത്. ഇപ്പോൾ ചൈനയും അമേരിക്കയും ആണല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന രാജ്യം. അത് കഴിഞ്ഞിട്ടാണ് മറ്റു രാജ്യങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അമേരിക്ക ട്രംപിൻ്റെ തീരുമാനം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും, ലോകത്ത് മുഴുവൻ ഉണ്ടാക്കും. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് പൈസ കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പൈസയുടെ പണമല്ല കൊടുക്കുന്നത്. പണം കൊടുക്കില്ല എന്ന് പറയുന്ന കാര്യം അവരെ പഠനങ്ങളുണ്ട്, ധാരാളം പഠനങ്ങളുണ്ട് ലോകാരോഗ്യ സംഘടനയ്ക്കും അതുമായി ബന്ധപ്പെട്ട്. ഇതൊന്നുമായിട്ടും അതിനും പണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പോളിയോ പോലുള്ള കാര്യങ്ങൾ ലോകത്ത് നിർമ്മാർജ്ജനം ചെയ്യുന്ന ലോകാരോഗ്യ സംഘടനയ്ക്ക് വലിയ പങ്കുണ്ട്. എയ്ഡ്സ് നിർമ്മാർജ്ജനം ഞാൻ പറയുന്നില്ല, പക്ഷേ കൺട്രോൾ ചെയ്യുന്നതിൽ വലിയ പങ്കുണ്ട്. എയ്ഡ്സിനെതിരെയുള്ള ബോധവൽക്കരണമൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് വലിയ പങ്ക് ലോകാരോഗ്യ സംഘടനയ്ക്കുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഈ മറ്റ് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർ ലോകാരോഗ്യ സംഘടന എന്ത് പറയുന്നു എന്ന് കേട്ടിട്ടാണ് പലതും മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷേ ആ രംഗത്ത് അമേരിക്ക കാണിക്കുന്നത് ശുദ്ധമായ വേറൊരു തലമാണ്. അത് വലിയ വിവാദങ്ങൾക്കിടവെക്കുമെന്ന് മാത്രമല്ല, ദൂരവ്യാപകമായ വലിയ പ്രത്യാഘാതം ഉണ്ടാകാൻ പറ്റുന്ന തീരുമാനങ്ങളാണ് ഇദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘടനയ്ക്ക് ചൈനയുമായി നല്ല ബന്ധം. കോവിഡ് കാലത്തെ പ്രശ്നമാണ് പുള്ളിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് അമേരിക്കയെ പറ്റിച്ചു എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് പുള്ളിക്ക് ഉള്ളത്. ഒരു അപ്പർ ഹാൻഡ് കിട്ടിയില്ല. കാരണം അപ്പർ ഹാൻഡ് കിട്ടിയില്ല, മരുന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. മരുന്നൊക്കെ ഇന്ത്യ പോലുള്ള ട്രംപും ചൈനയുമായുള്ള ബന്ധം, ആ ബന്ധത്തിനും വ്യത്യാസം വരും. കാരണം ഇതും ഒരു സാമ്പത്തിക പ്രശ്നം കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത്. ലോകത്തിൽ ഒന്നാമത്തെ രാജ്യം ഏത് എന്നുള്ളൊരു തർക്കവും കൂടെ ഉണ്ട്. ഞങ്ങളാണ് സാമ്പത്തിക ശക്തിയിൽ ഒന്നാമത് എന്ന് പറയുന്ന തർക്കമുണ്ട്. അതുകൊണ്ട് ആ തർക്കത്തോടൊപ്പമാണ് ഈ വിഷയം കൂടെ നിൽക്കുന്നത്. അപ്പോൾ ചൈന വളരെ ഫോർവേഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന രാജ്യമാണല്ലോ. സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് അതിനകത്ത് പ്രതിസന്ധിയുണ്ട്, പ്രശ്നം. ബൈഡനെ പോലല്ല നമ്മുടെ ട്രംപ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. മറുവശത്താണ് ഇന്ത്യ ചൈന ബന്ധം ഇങ്ങനെ നിൽക്കും മോശമായി വരുന്ന സമയത്താണ് ഇത്തരം തീരുമാനങ്ങൾ കൂടി എടുക്കുന്നത്. ഇത്തരം തീരുമാനം എടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ബന്ധങ്ങളെല്ലാം വഷളാക്കുകയുള്ളൂ. ഒരു കാരണവശാലും ബന്ധത്തെ നന്നാക്കുക. വ്യാവസായിക യുദ്ധത്തിലേക്ക് പോകുമോ? കാരണം ഈ ചൈനയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമിത നികുതി ഏർപ്പാടാക്കുക, അത് ചിലപ്പോൾ അങ്ങനെ ചെയ്യും. കാരണം ഇദ്ദേഹത്തിന് ഒരു തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഒന്നാം ദിവസം തന്നെ വളരെ ഒരാൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഇതെല്ലാം റെഡിയാക്കി വെച്ചാലല്ലേ ഇപ്പോൾ ഒപ്പിടാൻ പറ്റത്തുള്ളൂ. രാവിലെ വന്നിട്ട് വെള്ള പേപ്പറിലല്ലോ പുള്ളി ഒപ്പിടുന്നത്. ഓർഡറുകൾ ഇടുന്നതിൻ്റെ പിറക്കിൽ ബാക്ക്ഗ്രൗണ്ട് നോട്ടുകളുണ്ടല്ലോ. ഈ ബാക്ക്ഗ്രൗണ്ട് നോട്ടൊക്കെ ആര് തയ്യാറാക്കി? അപ്പോൾ എല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടില്ലേ ഫസ്റ്റ് ഡേ അല്ലേ പുള്ളി ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വേറൊരു മനസ്സല്ലേ. തീർച്ചയായിട്ടും അല്ലെ അദ്ദേഹം വന്നൊരു പഠന കമ്മീഷനെ വെച്ചു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു പഠന കമ്മീഷൻ വെച്ചാൽ പഠന കമ്മീഷൻ റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇതങ്ങനെയല്ല. ഇത് എൻ്റെ തീരുമാനം എന്നുള്ള നിലയിൽ പുള്ളി അങ്ങ് നടപ്പിലാക്കുകയാണ്. വിളിക്കുന്നു, ഉത്തരവിടുന്നു, അങ്ങ് പറയുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചിലപ്പം വലിയ മറ്റു രൂപത്തിലുള്ള പ്രശ്നം സമരത്തിലേക്ക് പോകുമോ? പണ്ടെല്ലാം കണ്ടിട്ടുള്ള ഒരു റഷ്യ, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, അതോടൊപ്പം തന്നെ ഇപ്പോൾ അമേരിക്കയുടെ പുതിയ ശത്രുവായി ചൈന മാറുമോ? ചിലപ്പോൾ മാറാൻ സാധ്യത. അതിന്റെ തുടക്കമായിരിക്കും ആരോഗ്യ സംഘടന. അതെ, ആരോഗ്യ സംഘടനയിലേക്ക് വന്നിരിക്കുന്നു. മറ്റ് കുടിയേറ്റക്കാരുടെ പ്രശ്നം പറയുന്നു. അമേരിക്ക വേറൊരു തരത്തിലേക്ക്, കാലാവസ്ഥാ വ്യതിയാനം, അതും അമേരിക്കയ്ക്ക് സമ്മർദ്ദം കൂടും. അമേരിക്കയും ഇന്ത്യയും ചൈനയൊക്കെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടിയിട്ടുള്ള കാർബൺ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ. അതിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യം മാറുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സമ്മർദ്ദം ആരുടെ പുറത്ത് കൂടും? ചൈനയുടെ പുറത്ത് കൂടും. ചൈന കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും ലോക രാജ്യങ്ങൾക്ക്. അതും സമ്മർദ്ദം കൂട്ടുക. അപ്പോൾ ചൈനയ്ക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ കൂടെ തന്നെയാണ് ഇദ്ദേഹം ട്രംപ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പല രൂപത്തിൽ, ആരോഗ്യത്തിൻ്റെ രൂപത്തിലായാലും കാലാവസ്ഥ മാറ്റത്തിൽ. കാരണം കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് പണം ഒരുപാട് ചിലവഴിക്കുന്നൊരു മേഖലയാണ്. ധാരാളം പണം അതിനുവേണ്ടി കൊടുക്കേണ്ട
വികസിത രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ ധാരാളം പണം ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ്. അതിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചൈനയ്ക്ക് അതും ഒരു സമ്മർദ്ദമായിട്ട് വരും, തീർച്ചയായിട്ടും വരും. അല്ല, ഈ അമേരിക്കയും ചൈനയും തമ്മിൽ അങ്ങനെ നിരന്തരം പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഗുണം ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കായിരിക്കുമോ? ചിലപ്പോൾ വന്നേക്കാം. അത് വന്നേക്കാം. ഏഷ്യയിൽ ഈ ഇന്ത്യയാണല്ലോ ഈ ചൈനയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. അതെ, കാരണം ഇപ്പോൾ ഇന്ത്യയിനകത്ത് ഇപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ത്യ കുറച്ചുകൂടി മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ചൈന ഒരു ശത്രുതാ മനോഭാവത്തിൽ വന്നിട്ടുണ്ട്. ഈ ബംഗ്ലാദേശിനെയൊക്കെ ചൈന ഉപയോഗിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ കൂടെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു അമേരിക്കൻ ട്രംപിൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടും. ട്രംപും മോഡിയും നല്ല മച്ചമ്പിമാരാണല്ലോ, നല്ല ഇതിൽ പോകുന്നവരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ചൈനയായിട്ടുള്ള ബന്ധം വീണ്ടും വഷളാകാനാണ് സാധ്യത, കൂടുതൽ വഷളാകാനാണ് സാധ്യത. പക്ഷേ മോദിയുടെ പുതിയ സർക്കാർ വന്നപ്പോൾ അതിർത്തി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ആ പ്രശ്നങ്ങൾ നടത്തുന്നു, മറുവശത്ത് ഇത്തരം ചില വളരെ വിവാദപരവും ദൂരവ്യാപകമായ പ്രതിസന്ധികൾ ലോകത്താകെ, ഒരിടത്തല്ല, ഒരു രാജ്യത്തിനല്ല സൃഷ്ടിക്കുന്നത്, ലോകത്താകെ സൃഷ്ടിക്കുന്ന തീരുമാനങ്ങളാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രംപിൻ്റെ നിലപാട് എന്തായിരിക്കും ഇതെല്ലാം ബന്ധപ്പെട്ട്? ഈ റഷ്യയും ചൈനയും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ എങ്ങനെയായിരിക്കും മുന്നോട്ട്? ഇന്നത്തെ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇന്ത്യ ഒരു പ്രോ ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അനുഭാവമുള്ള രീതിയിലാണ് ട്രംപിൻ്റെ പല പ്രസ്താവനകളും. നേരത്തെ മോഡിയുമായിട്ടുള്ള നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധം വെച്ചൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ ചില നയമാണ് അവരെടുക്കുന്നത്. പക്ഷെ അവർക്കും ബിസിനസ് താല്പര്യമുണ്ട്. ഇത് എന്ത് നയം ആരെടുക്കുമ്പോഴും അതിനകത്തൊരു ബിസിനസ്, എല്ലാവരും നന്നായിക്കോട്ടെ എന്നുള്ളൊരു താല്പര്യമല്ല, ഒരു ബിസിനസ് താല്പര്യമുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ട് അമേരിക്കയുമായിട്ടുള്ളൊരു ബന്ധമായിരിക്കും നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുക, സ്വാഭാവികമായിട്ട് പ്രയോജനം ചെയ്യുക. അപ്പോൾ ആ ഒരു ബന്ധം ചിലപ്പം നന്നാവാൻ സാധ്യതയുണ്ട്, ഇപ്പുറത്തെ ബന്ധം വഷളാവാനും സാധ്യതയുണ്ട്, ചൈനയുമായുള്ള ബന്ധം വഷളാവാനും സാധ്യതയുണ്ട്, മറ്റേ ബന്ധവും വഷളാവാൻ സാധ്യതയുണ്ട്, ചൈന അമേരിക്ക ബന്ധവും വഷളായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയെ വിശ്വസിക്കാമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം വ്യവസായിയെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ വ്യവസായമല്ലേ, അവരിങ്ങനെ മാറിയും തിരിഞ്ഞും ലോകത്ത് ഓരോ രാജ്യത്തെയും മാറിയും തിരിഞ്ഞും. ബേസിക്കലി ഇത് മൂലധനം പണത്തിൻ്റെ ഇടപാടാണല്ലോ, കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ചേരിചേരാൻ നയമൊക്കെ എടുത്തത് നെഹ്റുവിൻ്റെ കാലത്ത്. ആരോടും നോൺ കോപ്പറേഷൻ എന്നുള്ള നിലയിൽ ആരോടും സഹകരിക്കുന്നില്ല, ഞങ്ങളൊരു നിഷ്പക്ഷ ആളുകളാണെന്നുള്ള നിലപാടെടുത്ത്. ഇതുകൊണ്ടാണ് ഏതെങ്കിലും രാജ്യത്തോട് ചേർന്ന് കഴിഞ്ഞാൽ മറ്റു രാജ്യം ശത്രുവാവുകയും ഈ രാജ്യം നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പം അമേരിക്കയായിട്ട് നമ്മൾ ലൈസനിൽ നിൽക്കുന്നു, ഏത് നിമിഷവും ആ ലൈസൻ എന്ത് ചെയ്യുക, മാറ്റം വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട ട്രംപിനെ, അതേ എന്ത് അഭ്യാസം കാണിക്കും. ഈ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം ഇന്ത്യക്ക് ഉപകാരപ്പെടുമോ? ഇപ്പം നല്ല ബന്ധമാണ് അവർ തമ്മിൽ, അത് വരുന്ന നല്ല ബന്ധമാണല്ലോ. അപ്പോൾ ആ ബന്ധം ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാം. തുടക്കം സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ ലോകാരോഗ്യ സംഘടന പല രാജ്യങ്ങൾക്കും ഈ പല സഹായങ്ങളും നൽകും, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ഫണ്ട് ഇങ്ങനെ വെട്ടിക്കുറച്ചത് എങ്ങനെയായിരിക്കും അതിനെ ബാധിക്കാൻ? വലിയ രീതിയിൽ ബാധിക്കും. അവരെ ഫണ്ടിനെ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളായിരിക്കും, ആഫ്രിക്കൻ രാജ്യങ്ങളെ ബാധിക്കും. അവരെ ഫണ്ട് രണ്ട് പ്രശ്നങ്ങൾക്ക് വരാം. ഒന്ന്, ഗവേഷണങ്ങൾ നടക്കണം, പുതിയ മരുന്ന് കണ്ടുപിടിക്കണം, പുതിയ പഠനങ്ങൾ നടക്കണം, അങ്ങനെ ഗവേഷണങ്ങൾ ഒരുപാട് നടക്കണം, പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുകയാണ് ഇന്ന വൈറസ് കുഴപ്പമുണ്ട്, ഇന്ന വൈറസ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പറയുന്നതല്ല, അവർ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടാണ് പറയുന്നത്. പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാക്കാൻ വലിയ പണം വരും, വലിയ ഗവേഷണമൊക്കെ നടക്കേണ്ടി വരും, അതിനൊക്കെ നല്ല പൈസ ആവശ്യമുണ്ട്. പക്ഷേ ആ തുക ആവശ്യമുണ്ട്, ആ തുകയിലൊക്കെ വലിയ വെട്ടിക്കുറവ് വരും. അത് ഞാനത് പറഞ്ഞു, വളരെ വലിയ ദൂരവ്യാപകമായ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും. പ്രത്യേകിച്ച് അമേരിക്ക ഇതിനകത്തുനിന്ന് പിന്മാറി, മറ്റൊരു ചെറിയ രാജ്യം പിന്മാറുമ്പോഴല്ല അമേരിക്ക പിന്മാറിയാൽ. അവർ വൻ ശക്തിയാണ്. വലിയ മുതലാളി മാറിയാൽ എങ്ങനെ ഇരിക്കും, വലിയ സംഭാവനക്കാരെന്നൊക്കെ മാറിയാൽ എങ്ങനെ ഉത്സവം നടത്തിക്കൊണ്ടു പോകുന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. വലിയ സംഭാവനക്കാരനാണ് അവർ. അപ്പോൾ അതുകൊണ്ട് വലിയ ഗൗരവമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. രണ്ട് കാര്യത്തിലും, പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതിൻ്റെ കാര്യത്തിലും ഉണ്ടാവും, ഇത് മാത്രമല്ല ആരോഗ്യ കാര്യത്തിലും അതുണ്ടാവും. അതുകൊണ്ട് ആ തീരുമാനം പുനഃപരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. WHO ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് പോവും, തീർച്ചയായിട്ടും അതിൻ്റെ സ്ട്രെങ്ത് പോകും. അതങ്ങനെ വീക്കൻ ചെയ്യാന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ അജണ്ട. ഇനി അത് വെച്ചിട്ട് വേറെ വല്ല അജണ്ടവും ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പുള്ളിയുടെ ഉള്ളിൽ ഇനി വേറെ ഹിഡൻ, കാരണം ഇപ്പോൾ പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ പുള്ളി WHO, കാരണം വേറെ കോവിഡ് കാലത്തെ അവർക്ക് കിട്ടിയ ഒരു അടിയാണ് ഈ WHO താല്പര്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഗുരുതരമായ സാമൂഹ്യമായ, ആരോഗ്യപരമായ, സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയായിരിക്കും ഈ വിഷയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ലോകത്തിനാകെ, ചെറിയ ലോകത്തിനല്ല ഇതുണ്ടാവുക, ലോകത്തിനാകെ ഉണ്ടാകും. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യയിലെ പല പാവപ്പെട്ട രാജ്യങ്ങൾക്കും ഇത് വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.